എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരുന്ന പീരീഡ് എപ്പോഴാന്ന് വെച്ചാൽ കോവിഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ മെക്ഡൊണാൾഡ്സിലായിരുന്നു ആ ടൈമിൽ വർക്ക് ചെയ്തിരുന്നത്. ഞാൻ സ്റ്റുഡൻറ്റും ആയിരുന്നു. കോവിഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഫ്രണ്ട് ഡെസ്കിൽ ആണ് ട്രെയിൻഡ് ആയിരുന്നത്. ഓർഡേഴ്സ് എടുക്കുക, ചായ കാപ്പി ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുക, ഇതായിരുന്നു എൻ്റെ പണി. പക്ഷെ കോവിഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവര് ഡൈനിങ് അങ്ങ് ക്ലോസ് ചെയ്തു. അതോടെ എൻ്റെ ജോബ് ഗുദ ഹവ പിരിച്ചു കിട്ടോ, എന്നെ ലേ ഓഫ് ചെയ്തു. ലേ ഓഫ് വെച്ചാൽ കുറച്ച് പോസ് ചെയ്യാം, നമ്മളുടെ വർക്ക് ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് വർക്ക് ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് 1.5 മാസത്തോളം എനിക്ക് വർക്ക് ഇല്ലായിരുന്നു. ജോബ്ലെസ്. അന്ന് പോഡ്കാസ്റ്റും ഇല്ല. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ടൈം ടു ഫോക്കസ് ഓൺ വ്ളോഗ്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒന്നുമില്ല. അന്ന് ഫുൾ ഫ്രീ. അന്ന് നമ്മള് എങ്ങനെ വെറുതെ സീരീസ് ആണ്. PS4 വാങ്ങിച്ചിരുന്നു. ഞങ്ങളുടെ വീട്ടിലുള്ള ബനൂഫ് ഉണ്ടായിരുന്നു. മുമ്പ് ലോക്ക്ഡൌൺ ഉണ്ട് എന്നാണ് കേട്ടപ്പോ നേരെ കാറ് കയറി ഞങ്ങളും കൊണ്ട് വാൾമാർട്ടിൽ പോയി PS4 Pro അങ്ങ് വാങ്ങിച്ച് തിരിച്ചു വന്നു. ഇതാണ് നമ്മളുടെ കോവിഡ്. അങ്ങനെ ഒരു മനുഷ്യൻ. നമ്മക്ക് എന്താ ഓസിന് PS4 വീട്ടില് അങ്ങനെയായിരുന്നു. ആലോചിച്ചൊക്കെ എപ്പോഴാണ് നമ്മള് ഇതേപോലെ ഫ്രീ ആയിട്ട് സീരീസും ഇതൊക്കെ ഒന്ന് കാണാം. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എനിക്ക് ഇവര് എനിക്കൊരു ദിവസം ഒരു ഷിഫ്റ്റ് വന്ന് വർക്ക്. അപ്പൊ അതില് നമ്മളുടെ ഷിഫ്റ്റിൽ എന്താണ് നമ്മളുടെ വർക്ക് എന്നും കൊടുക്കും. ഡ്രൈവ് ത്രൂ ആൻഡ് കിച്ചൺ എന്നുണ്ട്. അപ്പൊ ഞാൻ ഇവരെ വിളിച്ചു പറഞ്ഞേ, ഞാൻ ഡ്രൈവ് ത്രൂലും കിച്ചണിലൊന്നും ട്രെയിൻഡ് അല്ല തന്നെ. ഒരു ഇത് നിന്റെ ട്രെയിനിങ് ആണെന്ന് പറഞ്ഞ. അപ്പൊ ഓക്കെ വാ പറഞ്ഞ. അപ്പൊ ഓക്കെ, വെക്കേഷൻ ഇസ് ഓവർ, ബാക്ക് ടു വർക്ക്. അങ്ങനെ ഞാൻ പോയി. അപ്പൊ ഈ 1.5 മാസം എനിക്ക് മിസ്സായാല് നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് ഞാൻ എന്റെ കോളേജിന്റെ ഫുൾ ഫീസും ഞാൻ തന്നെയാണ് അടച്ചത്. സെമീറോ അതാണ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ 1.5 മാസം മിസ്സായാലും നമുക്ക് ഫീസ് അടക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഡെയിലി വർക്ക് ചെയ്യായിരുന്നു. ഡെയിലി കിട്ടുന്നത് അതും ഞാൻ വർക്ക് ചെയ്ത മെക്ഡൊണാൾഡ്സ് ഫുള്ള് വൈറ്റ്സ് ആയിരുന്നു. ഇവരിങ്ങനെ ഒരു വർക്കിംഗ് കൾച്ചറിന് വേണ്ടി വർക്ക് ചെയ്യാന്നുള്ളൂ. ഇവർക്ക് ഇങ്ങനെ എത്ര ഫീസ് അടക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഫീസ് ആണെങ്കിൽ തന്നെ ഇവർക്ക് കനേഡിയൻസ് ആയാല് വളരെ കുറച്ച്. അതെ, വളരെ. നമ്മളുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഡൊമസ്റ്റിക് സ്റ്റുഡൻസിനേക്കാളും 4 ഇരട്ടി ഫീസ്. അപ്പൊ ഇവർക്ക് അത്ര കുറച്ച് ഫീസേ ഉള്ളൂ. അതൊക്കെ ഒരു മാസം വർക്ക് ചെയ്താൽ കിട്ടും. അപ്പൊ നമ്മൾക്ക് 4 മാസം വർക്ക് ചെയ്യണം. അപ്പൊ ഇവരുടെ ഷിഫ്റ്റ് എന്നൊക്കെ എനിക്ക് ഇന്ന് ഫ്രണ്ട്സിന്റെ കൂടെ ഔട്ടിങ്ങിന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഷിഫ്റ്റിംഗ് ഇങ്ങനെ കൊടുക്കും. ഞാൻ മാത്രമായിരുന്നു അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരേ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ്. ഞാനിങ്ങനെ അവിടുന്ന് എടുക്കുന്നു ഇവിടുന്ന് എടുക്കുന്നു. മറ്റേ ഈ കോഴിനൊക്കെ റാഞ്ചാൻ വേണ്ടിട്ട് കുറുക്കനിങ്ങനെ നിക്കൂല, അതേപോലെ അപ്പൊ ഞാനിങ്ങനെ എല്ലാ ഷിഫ്റ്റ് എടുക്കായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ വർക്ക് ചെയ്ത് 21 days 3 weeks സ്ട്രേറ്റ് ഞാൻ വർക്ക് ചെയ്ത് 22nd ഡേയ്സ് എനിക്ക് എടുക്കാൻ വേറെ ഷിഫ്റ്റ് കിട്ടാത്തതുകൊണ്ട് എന്റെ സ്ട്രീക്ക് ബ്രേക്ക് ആയി. ആൾക്കാർ സ്നാപ്ചാറ്റിലൊക്കെ സ്ട്രീക്ക് ചെയ്യാറ്. നമ്മള് വർക്കിലായിരുന്നു സ്ട്രീക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ 22nd ഡേ എനിക്ക് വർക്ക് കിട്ടാത്തതുകൊണ്ട് എന്റെ സ്ട്രീക്ക് അവിടെ ബ്രേക്ക് ആയി. പിന്നെ ഇതേപോലെ തന്നെ 23rd ഡേ മുതൽ ഞാൻ വീണ്ടും വർക്ക് ചെയ്തിട്ട് പിന്നെ എത്ര ദിവസം പോയി. അത് എന്റെ ലോങ്സ്റ്റ് വർക്കിംഗ് ഡേ വിത്തൗട്ട് എനി റെസ്റ്റ് ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇതേപോലെ എൻ്റെ ബിസിനസ്സിലായപ്പോൾ ഞാനും ഇതേപോലെ ഇങ്ങനെ ഒരു സ്ട്രീക്കിൽ പോയിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അന്നത്തെ ആ സ്ട്രീക്ക് ഇപ്രാവശ്യം പോവും, ഐ വിൽ ബി ബ്രേക്കിംഗ് ഇറ്റ് എന്നൊക്കെ. കൃത്യം 22ാമത്തെ ദിവസം ഞാൻ വർക്ക് ചെയ്തില്ല. അന്ന് എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായതുകൊണ്ട്. അപ്പൊ എന്റെ സ്ട്രീക്ക് ഇപ്പോഴും 21 നിൽക്കുകയാണ്. അങ്ങനെ 21st ഡേ കഴിഞ്ഞ് 22nd ഡേയ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ 28th ഡേ ആയി. പക്ഷെ സ്ട്രീക്ക് അവിടെ പോയി.